ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തണ്ണിമത്തൻ വാങ്ങാറുണ്ടല്ലോ അല്ലേ? അപ്പം ഈ തണ്ണിമത്തൻ്റെ തൊണ്ട് നമ്മൾ കളയലാണ് പതിവ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി മോരുകറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഇത്രയും ഒന്നൊരു കഷ്ണം തണ്ണിമത്തൻ്റെ തൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെറുതെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയുന്ന ഒരു തണ്ണിമത്തൻ്റെ തൊണ്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ പച്ച കളറുള്ള തൊലി ഉണ്ടല്ലോ, അത് ചീവി കളയണം. അത് നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്കിത് ഫുള്ളും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തൊലി ഇതുപോലെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. നമ്മൾ പരിപ്പും കുമ്പളങ്ങയൊക്കെ വെക്കാനായിട്ട്, വെള്ളരിക്കയൊക്കെ വെക്കാനായിട്ട് നമ്മളിങ്ങനെ അരിയൂലേ, അതുപോലെ ചെറുതായിട്ട് ഇതുപോലെ അങ്ങനെ അരിഞ്ഞെടുക്കാം. ഇത് നമുക്കത് കഴുകി ക്ലീൻ ആക്കി എടുക്കാം. ഇത് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂട്ടാ. നമ്മൾ വെറുതെ കളയണ ഒരു വസ്തുവാണുള്ളത്. അതിലേക്ക് ഞാനിത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിക്കോട്ടാ. ഇനി കഷ്ണം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കത് മിക്സ് ആക്കിയിട്ട് അത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി മുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഉള്ളി, ഒരു സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പച്ചമുളകും പിന്നെ 4 ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ആദ്യം അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള തൈര് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കട്ടി വേണം, എന്നാലാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അധികം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പകുതി വെല്ലം ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് തിള വരുമ്പോൾ നമുക്കത് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് താളിപ്പിട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു അല്പം ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉണക്കമുളകും വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മോരുകറി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടാ. നമ്മൾ വെറുതെ കളയുന്നൊരു വസ്തുവല്ലേ ഇത്. അപ്പം എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ കേട്ടോ. കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു.